നമസ്കാരം. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢഗംഭീരമായി ആഘോഷിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇന്ത്യയുടെ സൈനിക ശക്തിയും നാരീശക്തിയും വിളിച്ചോതുന്ന 90 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൗഢമായ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. തുടർന്ന് സംസ്ഥാനങ്ങളുടെ ടാബ്ലോകളും മാർച്ച് പാസ്റ്റും അരങ്ങേറി. കനത്ത സുരക്ഷയായിരുന്നു ഡൽഹിയിൽ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ അണിനിരക്കുന്നവരിൽ 80% വനിതകളാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ 15 വനിതാ പൈലറ്റുകളും സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ, ഡ്രോൺ ജാമറുകൾ, നിരീക്ഷണ ഉപകരണങ്ങൾ, സൈനിക വാഹനങ്ങൾ എന്നിവ പരേഡിൽ അണിനിരന്നു. പരേഡിൽ അണിനിരക്കുന്ന 90 അംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിന്റെ 2 റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ഫ്ലൈ പാസ്റ്റ് നടത്തി. ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി മോദി കാണികളെ അഭിവാദ്യം ചെയ്തു. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തി. ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗിച്ചത്. വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന പരിപാടികളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. ഇടുക്കിയിൽ IDA ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. എറണാകുളം ജില്ലയിൽ മന്ത്രി കെ രാജനാണ് പതാക ഉയർത്തിയത്. മലപ്പുറത്ത് MSP പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി GR അനിലും കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയ പതാക ഉയർത്തി. തൃശൂരിൽ തേക്കിൻകാട് മൈതാനത്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തിയപ്പോൾ വയനാട്ടിൽ മന്ത്രി AK ശശീന്ദ്രനും കൊല്ലത്ത് മന്ത്രി ഗണേഷ് കുമാറും ദേശീയ പതാക ഉയർത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും സമാന ആഘോഷങ്ങൾ നടന്നു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലാണ്. 8000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിൽ നിയോഗിച്ചത്. സാംസ്കാരിക പൈതൃകത്തിന്റെ വീണ്ടെടുപ്പിനാണ് അയോധ്യ സാക്ഷ്യം വഹിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ശ്രീരാമ ജന്മസ്ഥാനത്തെ അത്യന്തം പ്രൗഢമായ ക്ഷേത്രത്തിൽ രാമവിഗ്രഹ പ്രതിഷ്ഠ നടന്ന ചരിത്ര നിമിഷത്തിനാണ് നാം സാക്ഷിയായത്. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന്റെ തീർപ്പനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ജനങ്ങളുടെ വിശ്വാസത്തിനൊപ്പം നീതിന്യായത്തിന്മേലുള്ള അവരുടെ വിശ്വാസത്തെയും തെളിയിക്കുന്നതാണ് അയോധ്യയിലെ ക്ഷേത്രം. ഭാരതത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിന തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 75ാം റിപ്പബ്ലിക് ദിനം രാജ്യയാത്രയിലെ ചരിത്രപരമായ നാഴികക്കല്ലാണ്. റിപ്പബ്ലിക് ദിനം എന്നത് നമ്മുടെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ജനാധിപത്യം സാംസ്കാരിക വൈവിധ്യങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നു. എല്ലാ വേർതിരിവുകളും ഇല്ലാതാക്കാനും സാമൂഹ്യനീതി ഉറപ്പാക്കാനും ഭരണഘടനയുടെ സാന്നിധ്യം നമ്മെ സഹായിക്കുന്നു. രാജ്യത്തെ 140 കോടി ജനങ്ങളെ ഒരു കുടുംബമായി ചേർത്ത് നിർത്തുകയാണ് ഈ റിപ്പബ്ലിക്. ലോകത്തെ ഏറ്റവും വലിയ കുടുംബമാണ് നമ്മുടേത്. G20 ഉച്ചകോടി വിജയം രാജ്യത്തിന് വലിയ നേട്ടമായി. വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കി. ലിംഗസമത്വം എന്ന ആദർശത്തിലേക്ക് നാം കൂടുതൽ മുന്നേറുന്നു. നാരീശക്തി വന്ദൻ അധിനിയം സ്ത്രീ ശാക്തീകരണത്തിന് വിപ്ലവകരമായ സങ്കേതമായി മാറുകയും ഭരണനിർവഹണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഭാരതത്തിന്റെ ചാന്ദ്ര ആദിത്യ L1 ദൗത്യങ്ങൾ വലിയ നേട്ടങ്ങളാണ്. പുതിയ വർഷത്തിൽ ഗഗൻയാൻ അടക്കമുള്ള കൂടുതൽ ബഹിരാകാശ ദൗത്യങ്ങൾക്കാണ് നാം തയ്യാറെടുക്കുന്നത്. ശാസ്ത്രമേഖലയിലെ നേട്ടങ്ങൾ കൂടുതൽ യുവാക്കൾക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെത്താൻ പ്രചോദനമേകുന്നു. ശക്തമായ സാമ്പത്തിക ശക്തിയെ രാജ്യം വരും വർഷങ്ങളിൽ തുടരും. എല്ലാവരും ഉൾച്ചേർത്തുള്ള വികസന പദ്ധതികൾ രാജ്യത്തെ നയിക്കുന്നു. 5 വർഷത്തേക്ക് കൂടി 81 കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുവാനുള്ള ചരിത്രപരമായ തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും കുടിവെള്ളം, അടച്ചുറപ്പുള്ള വീട് എന്നീ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ഡിജിറ്റൽ വിപ്ലവവും ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള ഇൻഷുറൻസ് പദ്ധതികളും പാവപ്പെട്ടവർക്കും ദുർബലർക്കും മതിയായി പരിരക്ഷയേകുന്നു. നമ്മുടെ കായിക താരങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്തിന്റെ യശസ്സ് ഉയർത്തി.